ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടിയത് മലബാറിലാണ്. അതിൽ ബ്രിട്ടീഷുകാർ ദേശീയ പ്രസ്ഥാനത്തെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയും നേരിട്ടത് ഭൂവുടമകളെയും ജന്മികളെയും കൂട്ടുപിടിച്ചാണ്. അതുകൊണ്ട് സാധാരണക്കാരായ മലബാറിലെ മനുഷ്യർ അവർ ആ വൈദേശികാധിപത്യത്തെ അതിശക്തിയായി എതിർത്തു. ആ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം എന്ന് പറയുന്നത് അത് വലിയ ലഹളകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നയിച്ച ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് ആ വൈദേശിക വിരോധം ഭാഷയോട് തന്നെയുള്ള വിരോധമായി മാറി. ഒരു കാലത്ത് ഇംഗ്ലീഷിനോടും മലയാളത്തിനോടും പഠനത്തോടും വിദ്യാഭ്യാസത്തോടും ഒക്കെയുള്ള അകൽച്ച മലബാറിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കുണ്ടായി. അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന് മലയാളത്തിലൂടെ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മുൻകൈയെടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല സ്വാധീനമുണ്ടാക്കിയത്, ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്ന മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആ ഒരു മലയാളിവൽക്കരണം, അതിൻ്റെ ആശയങ്ങളുടെ മലയാളിവൽക്കരണം സഹായകരമായി. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചു. പഠിക്കണം, ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷയാണ്, പഠിക്കാതെ മാറി നിൽക്കരുത്, പഠിച്ചില്ലെങ്കിൽ പുറകിലേക്ക് പോകുമെന്ന് ബോധ്യപ്പെടുത്തി. അതിനോട് വെറുപ്പോടെ നിന്നിരുന്ന ഒരു തലമുറയെ, ഒരു കാലഘട്ടത്തെ വിദ്യാഭ്യാസമാണ് ഏറ്റവും മുഖ്യമായ കാര്യം. സാമൂഹ്യമായ മതപരമായ പിന്നോക്കാവസ്ഥയിൽ നിന്നും നമ്മുടെ നാടിനെയും സമുദായത്തെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് ആകേണ്ടത് എന്ന് കേരളത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്.